ഹായ്, ഗുഡ് മോർണിംഗ് മുത്തുമണികളെ, എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ ഇന്നലെ എമർജിങ് തൃശ്ശൂർ എക്സ്പോ നമ്മളെ തൃശ്ശൂർ ശക്തൻ റൗണ്ടിൽ ഉണ്ടായിരുന്നു. ആ പരിപാടി നമുക്ക് കാണാൻ പോയിട്ടാണ്. ഇന്നലെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അതിനുള്ളിലെ കാഴ്ചകളും ഓരോരോ ബിസിനസ്സിനെ സംബന്ധിച്ച ഓരോ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. കുറേ ഡോഗ് ഷോ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അച്ചാറാണ് കേട്ടോ, ഇത് ഈ കാണുന്നത്. മുളൊക്കെ അച്ചാറ് ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട് നമുക്ക്. ഇത് നമ്മളെ ടൈൽസ് ഒട്ടിക്കണ ഒരു ഷോപ്പാണ്. അച്ചാറാണ്, കക്കച്ചാറ്, നെല്ലിക്കച്ചാറ്, മാങ്ങച്ചാറ്, ഇഞ്ചി അച്ചാറ്, ഒക്കെ തേൻ മിക്സ് ആക്കിയിട്ടുള്ള അച്ചാറ്, അടപ്പത്ത് വെച്ചുണ്ടാക്കിയ അച്ചാറ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കിട്ടിയവരൊക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വിശപ്പൊക്കെ കിടൂല. അതിർപ്പം, ഇതാണ് അതിർപ്പം നോക്കും. അതായത് ഇത് നമ്മളെ കേബിളിൻ്റെ ഒരു ഷോപ്പെടുത്താണ്, ഗ്ലോബൽ എസ് കെയർ എന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. മുളക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളം നല്ല ക്ലീൻ ആക്കണട്ടാ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളത്. ഞാൻ ഇത് ഏത് കട? ഇത് അച്ചാർ കടയിൽ തന്നെ ഇട്ടാ ഞാൻ പോയിട്ട് നിന്നിട്ട് ഫോട്ടോ എടുപ്പിച്ചത്. ഇത് നമ്മൾ ഗ്ലാസിൻ്റെ കട. നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളും കുളിച്ച് നിൽക്കണ സമയത്ത് മാത്രമേ ഉള്ളൂ. ഇത് ശക്തൻ റൗണ്ടിലാണ് കേട്ടോ. ശക്തൻ റൗണ്ടിൽ എന്ന് വെച്ചാൽ നല്ല മണ്ണൊന്നും ചവിട്ടണ്ട, നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് അതിലൂടെ ഒക്കെ നമ്മൾ നടക്കുക. നല്ല സുഖമാണ്. കുറേ ആൾക്കാരുണ്ട് ലാസ്റ്റ് ദിവസത്തിൽ. ഇതൊക്കെ മെയ്തിരി കേട്ടാ, ഹോം മെയ്ഡാണ് കേട്ടാ. ഇത് ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് നല്ല സെയിലായിട്ടുള്ള റേറ്റൊക്കെ എഴുതി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് തേനാണ് കേട്ടോ, തേനാണിത്. ഇഞ്ചിത്തേന് കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേനാണ് ഡയറക്റ്റ് ആയിട്ട്. ഇതെങ്ങനെയാണ് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. ഞാൻ തേൻ കഴിക്കില്ല, പക്ഷേ അവരൊക്കെ തേൻ കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ വീനസിൻ്റെ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വന്നവർക്കൊക്കെ അവിടെ അവരെ ഷോപ്പിൽ കയറുന്നവർക്കും അതിലെ പോണവർക്കൊക്കെ വിളിച്ച് കൊടുക്കണം. ലാസ്റ്റ് ദിവസം തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ സാധനം. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. പിന്നെ അവരെ പരസ്യമായിട്ടുള്ള നോട്ടീസുകൾ, എല്ലാ ആൾക്കാരും പരസ്യമായിട്ടുള്ള നോട്ടീസ് തന്നെ ഉണ്ട്. വീട്ടിൽ കൂടെ നിന്നിട്ട് ഒരു ലോഡുണ്ട്, 1 കിലോത്തോളം ഉണ്ട് പരസ്യം. എൻ്റെ മോള് വീണ്ടും എൻ്റെ മോൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കാൻ തോന്നുന്നു. അപ്പം അയാൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഇതാ കട വീനസിൻ്റെ കേട്ടാ. എല്ലാവരും നല്ല സഹകരണം. വായോ വായോ നമ്മൾ വിളിക്കലും ശേഷം അതെൻ്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. മേടിച്ചല്ലോ. അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കണം. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പുറം അപ്പുറമൊക്കെ കടയിൽ എല്ലാവരോടും ചിരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നടക്കണം. ഷർട്ടുകളൊക്കെ ഉണ്ട്. 290 രൂപ. നല്ല ജാക്കറ്റുകൾ, തണുപ്പിനൊക്കെ ഇടുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങനെ ഒരു നോട്ടീസ് തരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. സന്തോഷമായി. ഇന്നത്തെ തൃശ്ശൂർ എമർജിങ് എക്സ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയതായിരുന്നു. ഞായറാഴ്ച മാത്രം പോകാൻ പറ്റുള്ളൂ. കാരണം ഷോപ്പുള്ള കാരണം ഞായറാഴ്ച മാത്രം ഒഴിവുള്ളൂ. അപ്പം നമ്മളങ്ങനെ പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടതാണ്. നമ്മൾ നല്ല സൗകര്യം, കംപ്ലീറ്റ് ചേച്ചിട്ട് അത് ചൂടൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ കാലാവസ്ഥ കംപ്ലീറ്റ് കേരളം മൊത്തം നല്ലൊരു വെയിലില്ല, മഴക്കാറ് മൂടി കെട്ടിയ അന്തരീക്ഷമായിരുന്നു. കാരണം ഇന്നിപ്പോൾ വാർത്തയിൽ കേട്ട് തിരുവനന്തപുരം ഒക്കെ തെക്ക് ദേശങ്ങളിലൊക്കെ ഭയങ്കര മഴയാണ്. ഇതാ കണ്ടില്ല, അയ്യപ്പന്മാർക്കുള്ള മുണ്ടുകളൊക്കെ കുറേ ഉണ്ട്. കറുത്ത ഷർട്ടുകളും അതേപോലെ ഡിസൈനൊക്കെ ആയിട്ടുള്ളത്, ഈ സാമിരൊക്കെ ഡിസൈനായിട്ടുള്ള മുണ്ടുകൾ, നല്ല മുണ്ടുകൾ അന്ന് കണ്ട 500 രൂപ കൊണ്ട്. ഇത് നമ്മളെ സ്റ്റോണൊക്കെ തന്നെ മാല, വള, കൈച്ചേരിയൻ, അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. കാശ് കൊടുക്കണം, നല്ല കാശ് കൊടുക്കണം. ഇതവിടെ ചെടികൾക്ക് നനക്കണ സ്ഥലം, പൈപ്പുകളും ചെടികളും
നമുക്ക് അങ്ങനെ അകത്തൊക്കെ വെക്കുന്ന ചെടിയല്ലോ അങ്ങനത്തെ ചെടിയെല്ലാം ഇട്ടാൽ നല്ല ചെടിയാണ് ഇഷ്ടമായി. എന്തൊക്കെ സംഭവം ഇപ്പോൾ കേട്ടോ ഇത് ലിഫ്റ്റാണ് അകത്ത് വെക്കണ ലിഫ്റ്റാണ് കേട്ടോ. അതിൽ ആൾക്കാർ കയറിയിട്ട് നോക്കിയാൽ മേലക്ക് പോകണത് ഫസ്റ്റ് നിലയിൽക്കൊക്കെ നല്ലതല്ലേ. വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമല്ലേ ഇങ്ങനെ അവർക്ക് താഴെ തന്നെ ഇരിക്കാൻ പറ്റില്ല. സ്വന്തം വീടൊക്കെ ആകുമ്പോൾ വയ്യാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ മേലേക്ക് എങ്ങനെ കയറാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല. കാശുള്ളവരൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ മേടിച്ച് ചെയ്ത് കൊടുത്താൽ വളരെ സന്തോഷമാവും. ആ മേലൊക്കെ പോണ ലിഫ്റ്റിട്ടാ അതിന് 1-ാം നിലയിലേക്ക് എത്തി. ആൾക്ക് 2 നിലയിൽ നമ്മളോടൊക്കെ ഉണ്ടാവുള്ള മിക്കത്. ചിലപ്പോൾ ഇവരിലുണ്ടാവും കേട്ടോ മേലെ ടോപ്പിലേക്ക് പോകാനുള്ള ലിഫ്റ്റൊക്കെ. ഇത് വേറെ കണ്ടട്ടാ അകം തുടക്കണ ചെയ്തോളൂ റോബോട്ടാണ്. ഇത് 23,000 രൂപയുടെ വില. അതാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. സാധനമൊക്കെ നല്ല ഇത് ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൻ്റെ കടയല്ലോ. ഏത് കടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പല തിരിഞ്ഞല്ല വീട്ടിൽ എന്താണാവോ അങ്ങനെ പറ്റിയത്. എന്നാലും വേണ്ടിയില്ല. ആൾക്കാരൊക്കെ പല തിരിഞ്ഞിട്ട വീട്ടിൽ ശരിയല്ല. പിന്നെ പോയല്ലോ. നമ്മൾ വീഡിയോ എടുത്തതിലുള്ള മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. ക്ഷമിക്കണം. നമ്മളെ തുണി കടകളാണ്. നല്ല ലേഡീസ് വെയർ നല്ല ട്രെൻഡായിട്ടുള്ള ഡ്രസ്സുകളാണ് ആൾക്കാർ മേടിക്കണമൊക്കെ ഉണ്ട്. നമ്മളെ മാക്സികളാണ്. മാക്സി മേടിക്കണമെന്നുണ്ടായി. മാലയും വളയും നല്ല നല്ല സ്റ്റോണിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളകൾ കണ്ട ഭയങ്കര ഇഷ്ടമായി. കണ്ട കയ്യുമ്മ ഇടുന്ന കുറേ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ അത്ര ഒരു ഇഷ്ടം തോന്നില്ല മേടിക്കാൻ. ഇതൊരു ലിഫ്റ്റാണ് കേട്ടോ. ഇതൊരു ലിഫ്റ്റിൽ കയറിയാൽ മേലൊക്കെ പോവാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ആ ലിഫ്റ്റുകാരൻ തന്നെ നമുക്കൊരു ഫോട്ടോ എടുത്തതാണ്. എവിടെ ചെന്നാലും എല്ലാവരെയും പറ്റിയപ്പോൾ ഇത് നമ്മളെ തറയിലൊക്കെ ഇതിൽ സ്റ്റോൺ ഇതെവിടെ ചെറിയ ചെറിയ കട്ടകൾ. ഇത് ഒരു തൈലങ്ങളാണ് കേട്ടോ. സ്പ്രേ തൈലങ്ങളാണ്. കുറേയൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും. ഇത് നമ്മളെ റോബോട്ട് കണ്ടാ വരുമ്പോഴേക്ക് നമ്മളെ കണ്ടാൽ നമ്മളെ വീട്ടിൽ അവരെ കണ്ടാൽ അവർ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം. അകത്തൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ വീട്ടിൽ സാധനങ്ങൾ വെച്ചാൽ എവിടേക്കാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവർ കൊണ്ടുതരും. അങ്ങനത്തെ സാധനം തോന്നുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഇത് നമ്മളെ സാധനങ്ങളുണ്ടാകും. ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, അതാണ് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. കുട്ടിയോട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ. നമ്മളെ കുറേ ഫോട്ടോസുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. നമ്മളെ ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഡിസൈൻ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. കുറേ ഹണി റോസിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്താൽ കുരിശ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോൺ വർക്കായിട്ട് നമുക്ക് ചെയ്ത് തരും. ഇതിന്ന് ഒരു സാധനം എന്തെന്ന് പറഞ്ഞാൽ ഒരു പൊടി നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ തരും. ഞാൻ മേടിച്ച് എന്താ സംഭവം വായിലിട്ട് വയ്ക്കുമ്പോഴോ നമ്മളെ കുറുക്കുറേൻ്റെ പൊടിയില്ലേ അത്. ഇതെന്താ ബിസ്ക്കറ്റാണ്. ഇത് എൻ്റെ മോള് മേടിച്ച്. ഞാൻ ഇങ്ങനത്തെ സാധനം കഴിക്കുന്നുണ്ട്. അവൾ എത്ര 1 കിലോ മേടിച്ചു 250 രൂപ ഉണ്ടായിട്ട് എല്ലാത്തിനും കുറേശ്ശെ. വേറൊരു സ്ഥലത്ത് അടിയുണ്ടാ. ഇതല്ല, ഇത് നമ്മളെ ഹോം മെയ്ഡായിട്ട് ചെയ്യണ സാധനങ്ങളാണ്. സോപ്പ്, മേക്കപ്പ് ചെയ്യണത്, വെളുക്കണത്, മുടി വലുതാവണത്, അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ക്ലേ കൊണ്ട് കുട്ടികൾ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കേട്ടോ. ക്ലേ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ 250 രൂപ 100 രൂപ ഒക്കെ സ്റ്റാർട്ടിങ്. അത് ആൾക്കാർ മേടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് എൻ്റെ വീട്ടിൽ ചീത്തറിഞ്ഞ് കുട്ടികളെ പോലെ ഇതൊക്കെ മേടിക്കാൻ നടക്കണമെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലേ. പട്ടാളക്കാരും അവരും ഇവരൊക്കെ ആയിട്ട് ക്ലേ കൊണ്ട് തീർത്ത സാധനങ്ങളാണ്. ഇത് വേറെ ചെടിക്കട കേട്ടാ. അഡീനിയം കണ്ടില്ലേ, അഡീനിയം, ആന്തൂറിയം, പിന്നെ അതുപോലെ എൽച്ചെടികൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. പിന്നെ സർപ്പപ്പോള ശരിയാണ്.
ഇത് വേറൊരു കട. നല്ല സാധനങ്ങൾ, മാലയും വളയും കമ്മലും മോതിരം ഒക്കെ ആയിട്ടുള്ള കുറേ കടകൾ അത് ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അലുവ എല്ലാത്തരം അലുവകളും ടേസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ വിളിച്ച് കഴിച്ചില്ല. ഇത് നമ്മളെ കണ്ടില്ലേ മോഹിനിയാട്ടത്തിനും മറ്റേ കഥകളിക്കൊക്കെ ഒരുക്കില്ല ആൾക്കാർ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരുക്കി തരും. കണ്ട ഉണ്ണിനെ ഒരുക്കണത് കണ്ട. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഡോഗ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോഗ് ഷോ കാണാൻ നടക്കുന്നുണ്ട്. ഡോഗ് ഷോ കാണാൻ അങ്ങനെ കുറേ പന്തലിട്ട് കണ്ട. താഴത്തൊക്കെ നല്ല ഇങ്ങനെ ഗ്രീൻ്റെ ഇതൊക്കെ വിരിച്ചിട്ടേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നടക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോ കഴിഞ്ഞിട്ട് അവിടെ സമ്മാനദാനം ഡോഗുകൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസ് കൊടുത്തു. കുറേ ഡോഗുകളെ കൊണ്ടുവന്നുണ്ട്. നല്ല ഭംഗിയുള്ള വീട്ടുകാർ വളർത്തണം കേട്ടോ. അപ്പോൾ സമ്മാനം കിട്ടിയ ഡോഗുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ടാണ് നടക്കണം. ചിലവരൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒന്നും ചെയ്യില്ല. അവരെ നല്ല കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ കടയാണ് കേട്ടോ, ഭക്ഷണ സാധനങ്ങളുടെ കടയാണ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ച് കഴിച്ചില്ല. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് മുളക് ബജി, കായ ബജി, അത് ഇത് ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. കോളിഫ്ലവർ അങ്ങനത്തെ കുറേ കടകളും ആൾക്കാരുണ്ട്. മേടിച്ച് ഇഷ്ടമുള്ളവരൊക്കെ മേടിച്ച് കഴിക്കും. നല്ല വൃത്തിയൊക്കെ ആയിട്ട് നീട്ടി ആൾക്കാർ കേട്ടോ. തലയിൽ മേടിച്ച് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് കഴിക്കും. പിന്നെ നമ്മുടെ തൃശ്ശൂരല്ലേ, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഡോഗുകൾ വരണ്ട അവരെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇത് കണ്ട ഇവർക്കൊക്കെ സമ്മാനം കിട്ടി തോന്നുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ്. ആ ചേച്ചിയുടെ വീട്ടിലെ നായനെ നോക്കണ ചേട്ടനാട്ടത്. അവർക്കൊന്നും കുഴപ്പമില്ല, ആരെ ഉപദ്രവിക്കൊന്നുമില്ല, നല്ല സ്നേഹമാണ്. പക്ഷെ നമുക്ക് ഇവർ കിടന്നുകൊണ്ട് ഫസ്റ്റ് കിട്ടിയത് ഇവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല നായ്ക്കളാണ്. നായല്ല, അത് പട്ടിയാണ്. ഒരാൾ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോകണത് ഡോഗ് ഷോ സമ്മാനം കിട്ടി. എല്ലാവരും കൊണ്ടൊന്നുണ്ടായി. പക്ഷെ സമ്മാനം കിട്ടാത്തവർക്ക് എന്തായാലും വിഷമം ഉണ്ടാവുമല്ല. അവരെ മക്കളെ കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രൈസ് കിട്ടാണ്ടാവുമ്പോൾ ആ ഒരു വിഷമം നമ്മളവരുടെ കൂടെ ഉണ്ട്. സന്തോഷം, പ്രൈസ് കിട്ടിയവർക്ക് സന്തോഷമുണ്ട്, അവരുടെ കൂടെ നമ്മളുണ്ട്. സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. കുഞ്ഞൻ നായക്കളും കുഞ്ഞൻ പട്ടികളും ആൾക്കാർ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ നോക്കില്ലേ. അതെയോ കുഞ്ഞൻ പാവക്കുട്ടി പോലെയുള്ളത് കേട്ടാ. അവൻ്റെ ബോഡിയൊക്കെ കണ്ടാലേ കേട്ടാ. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും നോക്കുന്നുണ്ട്, തൊട്ടൊക്കെ നോക്കുന്നുണ്ട് മൂപ്പരെ. ഇയാളതെ ഞാൻ ഇരിയത്തൊക്കെ ചെന്ന് കുരക്കണമൊന്നുമില്ല കേട്ടാ. കണ്ട എല്ലാവരും തൊട്ട് നോക്കണ്ട. അയ്യോ നല്ല സ്നേഹമല്ലേ, നല്ല കുട്ടികൾ. എനിക്കിവരെ ഭയങ്കര പേടിയാണ് കേട്ടാ. ഇവരെ പല്ലൊക്കെ കാണുമ്പോഴേ അതാണ് എനിക്ക്. അല്ലാണ്ട് അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വേറൊരാൾ കേട്ടാ. ഒക്കെ വീട്ടുകാർ വളർത്തണം നായ്ക്കളാണ്. നല്ല കാശ് പൈസ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ. കുഞ്ഞൻ നായ വരുന്നു. എൻ്റെ മോൻ പേടിച്ചല്ലോ. അടോ ഓടുന്നുണ്ടല്ലോ കുഞ്ഞു നായക്കുട്ടി ഓടുന്നുണ്ടല്ലോ. സന്തോഷം. ഇത് വേറൊരു ഐറ്റം കേട്ടാ. സൂപ്പർ. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഇത് വേറെ. ഞങ്ങളിങ്ങനെ എല്ലാ ആൾക്കാരുടെ ഇടയിലും ആൾക്കാരൊക്കെ കണ്ടിട്ടാണ് ഇവർ എടുക്കാൻ പറഞ്ഞിട്ടാ അവരെ നോക്കണ ആള്. അപ്പോൾ കിടക്കണ നോക്കിയേ കണ്ട. ഇവരൊക്കെ അയച്ചിട്ടിരിക്കണ്. ഇവരൊക്കെ അവിടെ കിടന്നിട്ട് ഗുസ്തി കളിക്കണ്. ഇവരെ പരിശീലകരൊക്കെയാണ് അവർ നിൽക്കണത് കണ്ട. അവനെ ഓടി കളിക്കുന്ന നോക്കിയേ. ഇവരൊക്കെ ഈ പോലീസ് നായ്ക്കളെ പോലെയുള്ള നായ്ക്കളെ തോന്നുന്നു. അമ്പോ എന്ത് സാധനങ്ങളാണ് മുന്നേ. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഓടി നമ്മളിലേക്ക് വരുന്നത്. പക്ഷെ അവരാ അത് വേറൊരു ഉണ്ണിനെ കൊണ്ടുപോകണം. വേറൊരു എല്ലാവരും ഉണ്ട്. മുപ്പത് പാവാടൊക്കെ പോയില്ല. പാവാട കഴിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിലെ നായെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അങ്ങനെ തൊടുന്നുണ്ട്. അവരൊന്നും ചെയ്യണില്ല. നല്ലൊരു സന്തോഷം. ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടാ. എന്താ മൂപ്പരിക്ക് റിഹേഴ്സൽ അവിടെ കേട്ടാ. ഇവരെന്താ പറയുക, ബോളൊക്കെ കടിച്ച് പിടിക്കുന്ന ഇട്ട് കൊടുത്ത് അവൻ പോയി എടുത്തിട്ടുണ്ട്. അവനെ അഴിച്ചിട്ടിരിക്കണ്. ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അവൻ പുറത്ത് പോവില്ല. അവൻ്റെ കോച്ചുകാരുണ്ട്. കോച്ചിൻ്റെ കൂടെ നിൽക്കണത് അവർ. ഇപ്പം നല്ല മീറ്റിങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലല്ലോ പൊന്നെ. പാട്ടാളം വരെ അടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അടിച്ച് കീറും. പക്ഷെ അവരൊന്നും ചെയ്യില്ല കേട്ടോ. അവർക്ക് അറിയാം ആൾക്കാരെ. അതൊക്കെ ആൾക്കാർ നിന്നിട്ട് ആരും എത്തുമ്പോൾ ഉപദ്രവിക്കാനൊന്നും ഒരു പോണില്ല.
അപ്പം കുഞ്ഞിനെ കണ്ടപ്പോഴാണ് മറ്റാൾ കുരക്കണത്. കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവർ ഉണ്ടല്ല, കുഞ്ഞിനും ചെറുതായിട്ട് കുരക്കും, വലിയവനും ചെറുതായിട്ട് കുരക്കും. പക്ഷെ ഫ്രണ്ട്സാണ്, അവർക്കറിയാം അവരെ വർഗ്ഗങ്ങളെ. അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് നടക്കാം. ബോളും കൊണ്ട് നടക്കവന്. ചിലവരൊക്കെ അവിടെ അറിയിട്ടാ അയച്ചിട്ടിരിക്കണിട്ടാ അതിൽ ബോർഡും വരും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു. അയ്യോ ഇതിൻ്റെ പേര് പറഞ്ഞൊന്നുണ്ടായില്ല. അയ്യോ പാവം, ഇയാൾക്ക് പ്രൈസ് കിട്ടില്ലട്ടാ. അത് കാരണം വിഷമായി. ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂവെടുത്താ പുറത്തേക്ക് പൂവെടുത്തു. പുറത്തേക്ക് ഞാനുണ്ടായി പോയി വരും. എല്ലാവർക്കും അറിയാറ്റില്ലേ. ഇപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ഈ കാണുന്നത്. നമ്മളെ സർക്കസുകാർ ആന, തൃശ്ശൂർക്കാരുടെ സ്വന്തം ആനക്കുട്ടി. അവരിങ്ങനെ നിന്നിട്ട് നമുക്ക് ഹായൊക്കെ പറയും. എല്ലാവരും ഏരിയത്തൊക്കെ തിരിയും, ടാറ്റ പറയും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ എമർജിംഗ് എക്സ്പോ 2025 അത് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഞങ്ങളിങ്ങനെ രാത്രി നമ്മൾ തൃശ്ശൂർ ടൗണിലൂടെ ശക്തൻ റൗണ്ടിലൂടെ ഇങ്ങനെ നടക്കണം. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ कहीं जाए हम, तेरी बाहों में പോണ വഴിക്ക് അവിടെ ഉണ്ടായ പട്ടിക്കുട്ടിയായിട്ടത് പട്ടിനെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ റോഡും അവിടുത്തെ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. സൂപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാനും നമുക്ക് അവിടെ നടക്കുമ്പോൾ നല്ലൊരു കാഴ്ചകളായിട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ സൗഹൃദങ്ങളും പരിചയങ്ങളും ഒക്കെ ആയി നമ്മളങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ അങ്ങനെ തിരിച്ച് വണ്ടി പാർക്കിങ്ങിലേക്ക് പോകണ്ട. എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യുന്നോടത്ത് ഫ്രീ ആണ്. നമ്മൾ ഈ എക്സ്പോ കാണാൻ കയറുന്നോടത്ത് ഫ്രീ ആണ്. ഫുൾ ശീതീകരിച്ച സ്ഥലങ്ങൾ, നല്ല വൃത്തി സൗകര്യമുള്ള സ്ഥലങ്ങൾ, നല്ല യാതൊരു കച്ചറമില്ല, തിക്കും തിരക്കില്ല. അങ്ങനത്തെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ. ഒരു മാസം 5 ദിവസമായി. അതിന് 10 ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്താണ്.